ഇന്നലെ അവളും മാപ്പയും കൂടെ വീട്ടിൽ വന്നിരുന്നു. എന്നെ കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഇന്നലെ ഉമ്മ അവൾക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഒടുവിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് ഞാനും ഷമീർക്കയും തമ്മിലുള്ള കല്യാണം നടന്നത്. ഞാനോളെ എതിർക്കാനുണ്ടായ കാരണം ഇനി വിശദീകരിക്കണ്ടല്ലോ. ഒന്നും വേണ്ട. ഏതായാലും അമ്മായിക്ക് ഷീജയോടുള്ള ഈ അതിരുകവിഞ്ഞ സ്നേഹം അപകടമാണ്. എപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആ പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷങ്ങൾ? ആ അങ്ങനെയാണ് പോകുന്നു. അൻസാരി മാമയും മോക്ക് പെരുന്നാൾ ഡ്രസ് കൊണ്ടുവന്നതാവും. ആ കൊല്ലം ഒരുപാടായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് വരെ ഒരു പെരുന്നാളിനും എന്റെ കെട്ടികൾക്കോ മക്കൾക്കോ ഒരു കീറ തുണി പോലും ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കീറ തുണി വാങ്ങി തന്ന് അസലാലി ആക്ഷേപിക്കാൻ ഞങ്ങളെന്താ അത്ര എരപ്പാളോ മറ്റാണോ? നൂർജഹാനെ, നിന്റെ ബാപ്പ. ഇതാ മോളെ ഇക്കൊല്ലത്തെ പെരുന്നാൾ പുടവ. അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ? ഞങ്ങളും കാണട്ടെ. ഇതാണോ ബാപ്പ കുഞ്ഞാരമൊക്കെ കൊണ്ടുവന്ന പെരുന്നാൾ ഡ്രസ്? ഇതിവിടെ കൂലിപ്പണിക്ക് നടക്കുന്ന പെണ്ണുങ്ങൾ പോലും ഉടുക്കത്തില്ല. ദാ നോക്ക്, സ്വപ്നയുടെ ബാപ്പ അവൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന പെരുന്നാൾ പുടവ അന്തസ്സുള്ളവർ അങ്ങനെയാ. ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല. അത് ഇത്രയ്ക്ക് വില കൂടിയ തുണികൾ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വരുന്ന പെരുന്നാളല്ലേ എന്ന് വെച്ച് ചുമക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തലയിൽ വെക്കണം. മാമയ്ക്ക് മകളായിട്ട് നൂർജ് മാത്രമല്ലല്ലോ, താഴെയും വേറെ പെൺകുട്ടികളില്ലേ. അവർക്കും കല്യാണപ്രായമായി വരികയാണെന്നുള്ള വിചാരം മാമയ്ക്ക് വേണം. മേലിരുന്നും ആവർത്തിക്കരുത്, എനിക്കിഷ്ടമല്ല. കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്നിരുന്ന തുണികൾ ഒന്നും മോശമായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനീ മാറാപ്പുകളൊക്കെ ഇങ്ങോട്ട് കിട്ടിയെടുത്തു? നോമ്പും പെരുന്നാളും ഒക്കെ വരുമ്പോ മക്കളെ ഓർക്കാതിരിക്കാൻ ഉമ്മബാപ്പമാർ കഴിയൂ? അങ്ങനെ ദേഷ്യപ്പെട്ട് പോയാലാളിയാ അളി ഇരുന്നാട്ടെ. മാമ പോവുകയാണോ? അമ്മായി കഥയില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഇല്ല സുനാലി, ഇവിടെ ഞാനൊരു അധികപ്പറ്റാണ്. ഇതിനു മുമ്പും എനിക്കിവിടുന്ന് മാനക്കേടെ കിട്ടിയിട്ട് ഇനി അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. നീ കണ്ടതല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് നാണം കെട്ടിറങ്ങിപ്പോന്ന കാഴ്ച? ആ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് അവരെന്നെ മനഃപൂർവ്വം കൊച്ചാക്കുകയായിരുന്നു. അതേ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവരോട് പകരം ചോദിക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാനതിന് തുനിഞ്ഞാൽ ആ കുടുംബം തകരും. അതിന്റെ ചീത്തപ്പേര് മുഴുവൻ വന്ന് വീഴുന്നത് എന്റെ മകളുടെ തലയിലായിരിക്കും. ഹസനാലിക്കറിയാമല്ലോ, സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ ഷമീർ എതിരാണ്. പക്ഷെ അവിടെ നടന്നത് എന്താണെന്നറിയാമോ? നൂർജഹാൻ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അളിയൻ അറിയാമല്ലോ. മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളുടെ കല്യാണത്തിന് പലതും സഹായം വേണമായിരിക്കും. വല്ലവരുടെയും മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനൊരു ഗതികേട് വരികയാണെങ്കിൽ കുറച്ച് വിഷം വാങ്ങി അവൾക്കും കൊടുത്ത് ഞാനും കഴിക്കും. അളിയനല്ലെങ്കിലും പണ്ടേ ഒരു അഭിമാനിയാണല്ലോ. നൂർജഹാന്റെ ഉമ്മ മരിക്കാൻ നേരത്ത് ഷമീറിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് അളിയൻ അവളുടെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. മറക്കാതിരുന്നിട്ടെന്താ? അന്നത്തെ കാലമാണോ ഇന്ന്? ഇന്നിപ്പോ ഷമീറിന് വല്ലതും കാര്യമായിട്ട് കിട്ടാനുള്ള ചുറ്റുപാടുണ്ട്. 50 പവന്റെ സ്വർണവും 50,000 രൂപയും തരാമെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. ഒരു കച്ചവടത്തിനായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. തന്നെയുമല്ല, നൂർജഹാനെ മാത്രം കെട്ടിച്ചയച്ചാ പോരല്ലോ, താഴെ 2 എണ്ണം വേറെയുമുണ്ട്. അളിയന് പെങ്ങൾക്ക് കൊടുത്ത് വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ
എനിക്കിനി അതേക്കുറിച്ചൊന്നും പറയാനില്ല. പോകാൻ വരട്ടെ, അളിയനിരിക്കെ. എന്താ വേണ്ടത്? എന്നോടാണ് ചോദിക്കുന്നത്. ഒന്നും കിട്ടാതെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് ചിലവിന് കൊടുക്കാൻ പറ്റില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂർജിഹാനെ കല്യാണം കഴിക്കുന്നതാണ് ഷമീറിന് ഇഷ്ടം. ആ നിലയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നതാണ് നല്ലത്. ബാപ്പയ്ക്കും മോനും അതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കടുംപിടുത്തം പിടിച്ചിട്ടെന്താ? പക്ഷെ ഒരു കാര്യം, കുറഞ്ഞത് 25,000 രൂപയും 25 പവന്റെ സ്വർണവും കിട്ടാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല. 25,000 രൂപയും 25 പവന്റെ ആഭരണം. ഇൻഷാ അല്ലാഹ്. നോക്കട്ടെ. പൊന്നും പണവും തരുന്നത് യാതൊരു കാരണവശാലും ഷമീർ അറിഞ്ഞു പോകരുത്. കാശ് വാങ്ങി കല്യാണം കഴിക്കുന്നതിൽ അവൻ എതിരാ. അവൻ അറിഞ്ഞാൽ ഈ കല്യാണം നടക്കലുണ്ടാവില്ല. ബാപ്പ, ചായ. ബാപ്പ, ഇതാ ചായയും കൈ വെച്ചോണ്ട് ബാപ്പ എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഏതോ യുദ്ധത്തിനുള്ള പുറപ്പാട് പോലെ. നേരാ മോളെ, യുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെ. പ്രായമായ പെൺമക്കളുള്ള ഉമ്മ ബാപ്പമാരുടെ മനസ്സ് എപ്പോഴും യുദ്ധക്കളമായിരിക്കും. ഒന്നല്ല, 3 പേരാ. നിന്നെയെങ്കിലും കെട്ടിച്ചയക്കാൻ സാധിച്ചെങ്കിൽ ആ ഭാരമെങ്കിലും ബാപ്പയ്ക്ക് കുറഞ്ഞു കിട്ടും, അല്ലേ ബാപ്പ? ഭാരം ചുമക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും മോളെ. ഷമീർ നീയുമായുള്ള കല്യാണം ഉറപ്പിച്ചെങ്കിലും അത് നടത്തി കിട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ മനസ്സിനൊരു സമാധാനവുമില്ല. സ്ത്രീധനം കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ചാവും ബാപ്പയുടെ ചിന്ത. സ്ത്രീധനം കൊടുത്ത് എന്നെ ഇപ്പൊ കെട്ടിച്ചയക്കണ്ട. അതല്ല മോളെ, സ്ത്രീധനമായി കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഷമീറിന് എതിർപ്പാ. അവനത് സമ്മതിക്കുകയുമില്ല. നമ്മെപ്പോലെയാണോ ഷമീർ? അവന്റെ മാന്യതയ്ക്കനുസരിച്ച് കല്യാണമെങ്കിലും നടത്തണ്ടേ? ബാപ്പയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഈ വീടിന്മേലും പറമ്പിന്മേലും കടം വരുത്തി വെക്കാനല്ലേ ബാപ്പയുടെ പരിപാടി? വേറെ ഒരു മാർഗവും ബാപ്പ കാണുന്നില്ല മോളെ. അങ്ങനെ ഈ കല്യാണം നടത്തണ്ട. നീ എന്താ പറഞ്ഞത്? കല്യാണം നടത്തണ്ടോ? ബാപ്പയും അനിയത്തിമാരെയും വഴിയാധാരമാക്കിയിട്ട് ഒരു സുഖജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ബാപ്പ. അതിനേക്കാൾ ഭേദം ബാപ്പ എന്നെ കൊല്ലുകയാണ്. എന്താ ബാപ്പ? വിട്ട് ബാപ്പയുടെ കഴുത്തിന് തന്നെ വിട്ട് ചോരയിൽ കുളിച്ച് കൈകാലുകൾ തല്ലി പടഞ്ഞു പറഞ്ഞു മരിക്കട്ടെ. വിട്ട്. എന്താ സാധിക്കുന്നില്ലേ? ഇത് തന്നെയാണ് മോളെ ബാപ്പയുടെ അവസ്ഥ. നിങ്ങളെ മരിക്കാൻ അനുവദിക്കാൻ ബാപ്പയ്ക്കാവില്ല. നിങ്ങളെ കണ്ടുകൊണ്ട് കെട്ടിത്തൂങ്ങാനും എനിക്ക് കഴിയുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? നൂർജു, ബാപ്പി എന്ത് ചെയ്യണം? അതിന് ഞാൻ എന്ത് ചെയ്യാൻ അനുസരിക്ക? വീടും പറമ്പും വാങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പണം വേണ്ടേ? കുഞ്ഞബ്ദുള്ളയാണോ ഈ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? നേരാണ്. എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ്. പക്ഷെ എന്റെ കഥ എനിക്കല്ലേ അറിയൂ. കുഞ്ഞബ്ദുള്ളക്കല്ലാതെ മറ്റാർക്കും എന്നിപ്പോ സഹായിക്കാനാവില്ല. അടച്ചവനെ ഓർത്തെങ്കിലും നിങ്ങൾ എന്നെ കൈവിടരുത്. നാളെ രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം മുടങ്ങും. ശരി, നാളത്തെ ആവശ്യത്തിന് 25,000 രൂപയല്ലേ വേണ്ടൂ? അത് ഞാനിപ്പോ തരാം. ബാക്കി 35,000 രൂപ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഒപ്പിച്ചു തന്നേക്കാം. എന്താ അത് മതിയോ? മതി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ശരി,
രൂപ ഞാൻ ഇപ്പൊ കൊണ്ട് റബ്ബേ. നിങ്ങൾ ആവശ്യപ്പെട്ട പണം അങ്ങോട്ട് തന്നെ കൊടുത്തേക്ക്. ഇത് ഇനി പറയാനുള്ളത് പൊന്നിന്റെ കാര്യമാണ്. ഒരു പണമിട പോലും കുറയാതെ 25 പവന്റെ ആഭരണം തന്നെ ഇടണം. പിന്നെ യാതൊരു കാരണവശാലും ഷമീർ ഈ രൂപ തന്ന കാര്യം അറിഞ്ഞു പോകരുത്. അറിഞ്ഞാൽ ഇതിന്റെ ആപത്ത് നിങ്ങളുടെ മകൾക്കായിരിക്കും. സ്ത്രീധനം കൊടുത്ത വിവരം ഞാൻ ഇതുവരെ ഷമീറിനെയോ നൂർജഹാനെയോ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എത്ര സഹിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ആ കുടുംബത്തിലുണ്ടായേക്കാവുന്ന തകർച്ചയ്ക്ക് ഞാൻ കാരണക്കാരനാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മൂടി വെച്ച് കഴിയുന്നത്. ഏതായാലും ഹസനാലി, ഈ കാര്യം ആരോടും പറയരുത്. സത്യം പറഞ്ഞാൽ ചെറിയൊരു വീഴ്ച എന്നിൽ നിന്നും വന്നു പോയിട്ടുണ്ട്. ഭൂമി വാങ്ങാൻ മറ്റാരുമില്ലാതെ വന്നപ്പോൾ കുഞ്ഞബ്ദുള്ളയ്ക്ക് തന്നെ വിൽക്കേണ്ടി വന്നു. കിട്ടിയതോ 10,000 രൂപ. കല്യാണ ചെലവിന് പോലും മതിയായില്ല. അതുകൊണ്ട് റംലയ്ക്ക് കൊടുത്ത വാക്ക് മുഴുവൻ പാലിക്കാൻ എനിക്ക് കഴിയാതെ പോയി. ആ കുറ്റബോധത്തിന്റെ പേരിലാണ് അവരുടെ മുമ്പിൽ ഞാൻ നിശബ്ദനായി പോകുന്നത്. ബാപ്പ ചായ. ആ, ഹസനാലിരിക്കെ ചായ കുടിക്ക്. ഒന്നിങ്ങോട്ട് നടക്ക് വേഗം. നമ്മളെല്ലാവരും കൂടി ഉപ്പാടെ വീട്ടിൽ കയറുക. നോക്ക. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. ആ അസ്ലാലി ഇരിക്ക്. ബാമക്കളെ, അല്ല, ഇതെന്ത് കഥ? വീടും കൂടിയും ഉമ്മ പാപ്പമാരൊക്കെ ഉണ്ടെന്നുള്ള വിചാരം എന്റെ മോക്ക് എന്നാണ് തോന്നി തുടങ്ങിയത്? ആശ്ചര്യം തന്നെ. ഒരിടത്തേക്ക് കടക്കാനായി മാത്രം ആരും പാനം പണിയാറില്ലല്ലോ. മോളെ കാണണമെന്ന ആശ ഉമ്മ ബാപ്പമാർക്കില്ല. പിന്നെ മോൾക്ക് മാത്രം അതുണ്ടാവണമെന്താ? ഏത് നാണക്കേടും അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണമല്ലോ ഈ വീട്ടിൽ കാലുകുത്താൻ. ഒരു കാരണവും കൂടാതല്ലേ അമ്മായി ആ അൻസാരി മാമയെ ഈ വീട്ടിൽ നിന്ന് നാണം കെടുത്തി ഇറക്കി വിട്ടത്? അയാളത് അനുഭവിക്കേണ്ടവനാ. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഹിമാറുകാക്ക. ഞങ്ങളിപ്പോ വന്നത് വേറൊരു കാര്യത്തിന്. എന്റെ സ്ത്രീധനം വാങ്ങിക്കാൻ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും കിട്ടണം. എന്നാലേ സൗദാബിയൻ കുട്ടികളെ ഞാൻ കൊണ്ടുപോകും. ഇതെന്ത് കഥ? കല്യാണം കഴിച്ചിട്ട് കൊല്ലം ഒരുപാടായി, കൊച്ചുങ്ങളും 3ആയി. എന്നിട്ട് ഇപ്പോഴാണോ സ്ത്രീധനം ചോദിച്ചു വരുന്നത്? ബാമക്കളെ, എന്ത് അവകാശത്തിന്റെ പേരില അസനാലി ഇപ്പൊ സ്ത്രീധനം ചോദിച്ചു വന്നിരിക്കുന്നത്? അമ്മായി, എന്ത് അവകാശത്തിന്റെ പേരില അമ്മായി അമ്മായിയുടെ മക്കൾക്ക് സ്ത്രീധനം വാങ്ങിയത്? അവർക്കതിനുള്ള അർഹതയുണ്ടായിട്ട്. സൗദാബിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ അമ്മായി പറഞ്ഞ അർഹത കുറച്ചൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ സ്ത്രീധനം വാങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുമായിരുന്നില്ല. അന്ന് എനിക്ക് സ്ത്രീധനം തരാൻ നിങ്ങളുടെ പക്കൽ 10 പൈസ പോലും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് എന്റെ സ്ത്രീധനം കിട്ടിയേ പറ്റൂ. ഓടി വന്ന് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ഇവിടെ നോട്ടടിയൊന്നുമില്ല. എന്തിനാണ് അമ്മായി എന്റെ മുമ്പിൽ ഈ ഒളിച്ചുകളി? അയ്യൂബിന്റെ പെൺവീട്ടുകാരിൽ നിന്നും 1 ലക്ഷം രൂപയും 50 പവന്റെ സ്വർണവും ഒരു കാറും നിങ്ങൾ വാങ്ങിച്ചില്ലേ? അവർ പണക്കാരാണെന്ന് വെക്കാം. പാവപ്പെട്ട അൻസാരി മാമയുടെ കയ്യിൽ നിന്ന് 25,000 രൂപ നിങ്ങൾ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചില്ലേ? പച്ചക്കള്ളം. ആരാ എനിക്ക് അസനാലിയോട് പറഞ്ഞത്? പറഞ്ഞത് ആരായാലും എന്താ? താമസിച്ചിരുന്ന വീടും പറമ്പും വിറ്റിട്ടാ നിങ്ങൾക്ക് ആ പാവം കാശ് തന്നത്. 25,000 രൂപ തന്നതാണോ ഇത്ര വലിയ കാര്യം? നേര് പറഞ്ഞ അയാൾ ഞങ്ങളെ ചതിക്കായിരുന്നു. അസനാലിക്ക് അറിയില്ല. 25 പവന്റെ സ്വർണം ഇട്ടുകൊണ്ട് കല്യാണം നടത്താമെന്നാണ് അയാൾ ഏറ്റിരുന്നത്. എന്നിട്ട് ഇവിടെ നടന്നത് എന്താണെന്ന് അറിയാമോ? ആദ്യ വിരുന്ന് കഴിഞ്ഞു വന്ന പിറ്റേ ദിവസം, മോളെ, ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാ. നിന്റെ പണ്ടങ്ങളൊക്കെ ഇങ്ങ് തന്നേക്ക്. ഞാൻ എന്റെ സേഫിൽ വെച്ച് പൂട്ടിയേക്കാം. ശരി അമ്മായി. ആ വളകൾ കയ്യിൽ തന്നെ കിടക്കട്ടെ. ഇതിന്റെ കൃത്യമായ തൂക്കം അറിയണം. എന്തിനാ പേരുടെ തൂക്കം അറിയുന്നത്? മനസ്സിലാക്കാൻ, അല്ല എന്തിനാ? ആരെങ്കിലും റോൾഡ് ഗോൾഡിന്റെ തൂക്കം നോക്കൂ. നിങ്ങൾ പോയിക്കോ. എടി,
ഇതെല്ലാം മുക്കുപണ്ടങ്ങളാണല്ലേടി? മുക്കുപണ്ടങ്ങളോ? അല്ല, തങ്കം, പത്തരമാറ്റ് തങ്കം. ഒന്നും അറിയാത്ത കൊച്ചു കുട്ടിയെ പോലുള്ള അവളുടെ ഭാവം കണ്ടില്ലേ? പഠിച്ച കള്ളി തന്നെ. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാൻ ബാപ്പ പഠിപ്പിച്ചു വിട്ടതാവും. 25 പവന്റെ സ്വർണം കൊടുത്ത് മകളെ കെട്ടിച്ചയക്കാന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ ഒരു ബഹളം? ബഹളമോ? എന്താണെന്ന് മരുമകളോട് തന്നെ ചോദിക്കും. നിങ്ങളുടെ പുന്നാര അളിയൻ ചെയ്തു വെച്ചിരിക്കുന്ന വേലത്തരം കണ്ടില്ലേ? മുക്കുപണ്ടങ്ങൾ ഇട്ടുകൊണ്ട് ഇവിടെ കെട്ടിച്ചയച്ചിരിക്കുന്നു. ദാ നോക്ക്. ഈ കുടുംബത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആ മനുഷ്യൻ ഇത് ചെയ്തിരിക്കുന്നത്. അയാളെ വരുത്തി ആ മുഖത്ത് നോക്കി എനിക്ക് 4 വാക്ക് സംസാരിക്കണം. അതൊന്നും വേണ്ട നമ്മള. 2 കൈയും കൂട്ടിയടിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന കുറച്ചിലാ. ഇത് കുറച്ചിലല്ല. ഓ, നിങ്ങളുടെ അളിയനാണല്ലോ. എന്തു വന്നാലും ശരി, നാളെ അയാളെ വിളിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയ ഉടനെ എന്നെപ്പറ്റി ഇങ്ങനൊരു ധാരണ അമ്മായിക്കുണ്ടായല്ലോ. സത്യത്തിൽ മുക്കുബന്ധങ്ങളാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. നീ പറയുന്നത് വാസ്തവമായിരിക്കാം, ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഉമ്മ നിന്നെപ്പറ്റി അങ്ങനെ വിചാരിച്ചതിൽ തെറ്റ് പറയാനാവില്ല. ഉമ്മയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കും. ഏതായാലും നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പണത്തിന്റെ കുറവായിരുന്നെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ വേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ഏതായാലും ഇത് കഷ്ടമായിപ്പോയി. ഇരിക്കെ. എന്തിനാ എനിക്ക് ആളെ പറഞ്ഞയച്ചത്? ഞാനാ ആളെ പറഞ്ഞയച്ചത്. ഈ മുക്കുവണ്ടങ്ങൾ ഇട്ടുകൊണ്ട് മകളെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടായല്ലോ മനുഷ്യ. എന്റെ മകൻ ഷമീർ ഒരു കൊച്ചുകാശിനും കൊള്ളാത്ത വെറും പീറയാണെന്ന് നിങ്ങൾ വിചാരിച്ചു? ഒരു പീറയ്ക്കും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു ബാപ്പയും തയ്യാറാവില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട് 25 പവന്റെ സ്വർണ്ണപ്പണ്ടങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ നൂർജഹാനെ കെട്ടിച്ചയക്കാനായിരുന്നു എന്റെ ആഗ്രഹം. ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ താമസിച്ചിരുന്ന വീടും പറമ്പും കുഞ്ഞബ്ദുള്ളയ്ക്ക് വിറ്റത്. പക്ഷെ അവസാന നിമിഷത്തിൽ പണം തരാതെ അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു. ഈ വിവരങ്ങളെല്ലാം അളിയനോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നോടൊന്ന് പറഞ്ഞെന്ന് കല്യാണത്തിന് തലേദിവസം ഓടിക്കളിച്ചു വന്ന് കല്യാണം നീട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്തണമെങ്കിൽ പുതുപെണ്ണിന് തൽക്കാലം മുക്കുപണ്ടങ്ങളെ ഇടാനാവുമെന്ന് ഞാൻ അളിയനോട് പറഞ്ഞതല്ലേ. അളിയൻ അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും സ്വർണ്ണപ്പണ്ടങ്ങൾ ഇട്ട് അവളെ അയക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചേ, വളരെ മോശമായിപ്പോയി. അപ്പോ നിങ്ങൾ ഈ കള്ളക്കളിക്ക് കൂട്ടുനിന്നു അല്ലേ? മകനെ കൊണ്ട് പെങ്ങളുടെ മകളെ കെട്ടിക്കാനുള്ള വാശിയായിരുന്നു നിങ്ങൾക്ക്. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് റംല എന്നല്ല. ഇതൊക്കെ മുക്കുപണ്ടങ്ങളാണെന്നുള്ള സത്യം എന്നോടെങ്കിലും ബാപ്പയ്ക്ക് തുറന്നു പറയാമായിരുന്നു. മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ ഞാനിപ്പോ ഒരു കള്ളിയായി. ഇങ്ങനെ ഒരു കൊലച്ചതി ബാപ്പ എന്നോട് ചെയ്തല്ലോ. മോളെ, നീയും പാപ്പാനെ കുറ്റപ്പെടുത്താണ് അല്ലേ നൂർജഹു? ഇതൊക്കെ നൂർജഹാൻ കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണല്ലോ. എന്താ സംശയം? എല്ലാം അവൾ ഇട്ടിരുന്നേ. ഇതിന്റെ പേരിലാണോ ഇവിടെ ഈ ബഹളങ്ങളൊക്കെ നടന്നത്? ഇതെല്ലാം സ്വർണ്ണപ്പണ്ടങ്ങളാണല്ലോ. സ്വർണ്ണപ്പണ്ടങ്ങളോ? പിന്നെ മുക്കാണോ? മാമ നോക്കി. ഇത് സ്വർണ്ണമാണല്ലോ. ഇത് സ്വർണ്ണമാണ്. അതെ, ഇത് സ്വർണം തന്നെ. എടി, ഇന്നലെ വരെ നീ ഇട്ടുകൊണ്ട് കിടന്ന മുക്കുപണ്ടങ്ങളാണ്. ഇന്ന് അതെങ്ങനെ സ്വർണ്ണമായി? എനിക്കൊന്നും അറിഞ്ഞൂടമ്മായി. പക്ഷെ എനിക്കറിയാമടി, തലയിണ മന്ത്രം കൊണ്ട് എന്റെ മകനെ വശത്താക്കി അവനെ കൊണ്ട് നീ സ്വർണ്ണപ്പണ്ടെന്ന് വാങ്ങിപ്പിച്ചു. അതല്ലേടി സത്യം? പകുതി ശരിയും പകുതി തെറ്റും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത് ഞാൻ തന്നെ. പക്ഷേ അത് ഇവളുടെ പ്രേരണ കൊണ്ടൊന്നുമല്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ നൂർജിനു വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത്. എന്താ, എന്റെ ഭാര്യയ്ക്ക് പണ്ടങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലേ ഉമ്മ? ഇപ്പൊ ഹസ്നാലിക്ക് മനസ്സിലായോ അൻസാരി മാമ എന്ന 25,000 രൂപയുടെ കഥ?
ആ 25,000 രൂപയ്ക്ക് പകരം 35,000 രൂപ ചിലവാക്കിയിട്ടാണ് എന്റെ മോൻ അവൾക്ക് പണ്ടങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആവശ്യപ്പെട്ട 50,000 രൂപ എനിക്ക് കിട്ടിയേ മതിയാവും. ഇല്ലെങ്കിൽ അത് തരുന്നത് വരെ സൗദാബിയും കുട്ടികൾ ഇവിടെ നിൽക്കും. പേടിപ്പിച്ച് പണം വാങ്ങാന്നായിരിക്കും അസനാലിയുടെ പരിപാടി. ഇത് കണ്ടിട്ടൊന്നും ഈ റംല കുലുങ്ങാൻ പോകുന്നില്ല അസ്നാലി. സൗദാബി, ഇവരെന്ന് രൂപ തരാൻ സമ്മതിക്കുന്നോ നീ വിവരം അറിയും. ഞാൻ വന്ന് നിന്നെ മക്കളെ കൊണ്ടുപോകാം. നമുക്കിപ്പോ പെണ്ണിന് 42 ദിവസം ചെക്കന് 28. നടക്കൂല, അത് വെറുതെ എന്തിനാണ് ഞാൻ തല്ലുകൊള്ളാൻ നടക്കുന്നത്? അയ്യേ. എടോ കമ്മീഷേ, അവിടെ നിൽക്ക്. ഞാൻ തന്നെ ഒന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ, ഞാനും തന്നെ നോക്കി നടക്കുകയായിരുന്നു. എന്താ കാര്യം? എന്നെ എന്റെ ബീവിനെയും കുട്ടികളെയും കൂട്ടത്തോടെ പള്ളിപ്പറമ്പിലേക്ക് കെട്ടിയെടുക്കണമെന്നാണ് അസനാലിയുടെ ഉദ്ദേശം. കാര്യം എന്താടോ? എന്തുദ്ദേശത്തിലാണ് അസനാലി ഈ സ്ത്രീധന വിരോധമൊക്കെ പറഞ്ഞു നടക്കണത്? അവനുണ്ടെങ്കിലേ നമ്മുടെ 3% ജീവൻ ഉണ്ടാവുള്ളൂ. എന്നാലേ നമ്മുടെ അടപ്പിൽ തീ പോയൂ. എന്ത് പൊടി കിട്ടി? കക്കാൻ പോയാലും അടുപ്പി തീ പോകുകയും ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അതിരിക്കട്ടെ, താൻ ആ മുരിങ്ങാത്തോട്ടിങ്ങനെ സെൽമാത്താത്തോട് 10 പവന്റെ സ്വർണം 5,000 രൂപയും സ്ത്രീധനം ചോദിച്ചെന്ന് കേട്ടല്ലോ. ഞാൻ ചോദിച്ചില്ല. ചോദിച്ച അവന്റെ ബാപ്പേണ്. ചെറുക്കന്റെ വാപ്പ താനല്ലേ? എന്ന് ചോദിച്ചാ അത് തീർത്തും കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മാക്ക് മാത്രമേ പറ്റുള്ളൂ. താനൊരു വല്ലാത്ത ഇബിലീസ് കാക്ക തന്നെ. 10-16 വയസ്സ് പ്രായമുള്ള ആ ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് അവനെ നശിപ്പിക്കും. അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അസനാലിക്കാണ്. എനിക്കോ? ആ, പിന്നല്ലാണ്ട്. അസനാലിയും കൂട്ടും സ്ത്രീധന വിരോധം പ്രസംഗിച്ച് എന്റെ മോൻ കെട്ടേണ്ട കാലമാകുമ്പോഴേക്കും ആ ഹലാക്കങ്ങ് നിന്ന് പോയാലാ? പിന്നെ അവന് 10 പൈസ കിട്ടുക. അതുകൊണ്ടാണ് ഉള്ളതെങ്കിൽ നേരത്തെ പോട്ടെന്ന് വിചാരിച്ച്. എന്തുകൂടി കിട്ടി? ആ, കിട്ടും. ഒരൊറ്റ പൈസ കൊടുത്തു പോകരുതെന്ന് ഞാൻ സെൽമാത്താത്തോട് പറഞ്ഞിട്ടുണ്ട്. ചതിക്കല അസനാലി. സ്ത്രീധനം മാത്രമല്ല, നമ്മുടെ 3%ന്റെ കാര്യം കൂടി വെള്ളത്തിലായി പോകും. അതാണ്. എന്തുകൂടി കിട്ടി? ഇപ്പൊ എല്ലാം പിടികിട്ടി. കമ്മീഷൻ പോ. ചതിച്ചോ തമ്പുരാനെ.